ഈ വീഡിയോയിൽ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ്. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിൽസിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുന്നത്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂയും സെയിം ആയിരിക്കുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു പോയിന്റിൽ നടത്തുന്ന സെയിൽസിനെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്നും വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ആക്ച്വൽ സെയിൽസും ഈ ഒരു ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് ലെസ് ചെയ്യുമ്പോഴും കിട്ടും. പ്രോഫിറ്റിനെ PV റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. പിന്നെ ഇതിന്റെ റേഷ്യോ കാണാനായിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റിനെ ശരിക്കുമുള്ള ആക്ച്വൽ സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യാം. സോ ഇതൊരു പെർസെന്റേജ് രൂപത്തിലാണ് നമ്മൾ ഈ റേഷ്യോ കണ്ടുപിടിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. From the following details, find out the profit volume ratio, break-even point, margin of safety. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, നെറ്റ് പ്രോഫിറ്റ്. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. സോ കോൺട്രിബ്യൂഷൻ വേണം. സെയിൽസ് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് വോളിയം റേഷ്യോന്റെ ഇക്വേഷൻ എന്തായിരുന്നു? PV ratio is equal to contribution divided by sales into 100. സോ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. വേറെന്താ, ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനായിട്ട് ഫിക്സഡ് കോസ്റ്റ് വേണം, പിന്നെ PV റേഷ്യോ വേണം. സോ PV റേഷ്യോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്കത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി. ഫസ്റ്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കാണാനായിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് തന്നിട്ടുണ്ട്. ഇവിടെ മാർജിനൽ കോസ്റ്റിങ്ങിൽ സെമി വേരിയബിൾ കോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിന്റെയും വേരിയബിൾ കോസ്റ്റിന്റെയും ടോട്ടൽ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത്. സോ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം. അപ്പൊ വേരിയബിൾ കോസ്റ്റ് കാണാനായിട്ട് നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ലെസ് ഫിക്സഡ് കോസ്റ്റ്. നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 80,000ഉം ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 20,000 റുപ്പീസുമാണ്. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 80,000 ലെസ് 20,000 is equal to 60,000. Contribution is equal to sales less variable cost. Sales വന്നിരിക്കുന്നത് 1 lakhും 1 lakhിൽ നിന്ന് 60,000 പോയി കഴിഞ്ഞാൽ 40,000 ആണ് കിട്ടുന്നത്. സോ കോൺട്രിബ്യൂഷൻ is equal to 40,000. ഇങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാനും പറ്റത്തില്ലേ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന്. രണ്ടും 20,000 തന്നെയാണ്, രണ്ടും ഒറ്റയടിക്ക് ആഡ് ചെയ്യാം. സോ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ നമുക്കിവിടെ ഉണ്ട്. PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ 40,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 1 lakh ഇൻറ്റു 100 നമുക്ക് 40% ആണ് കിട്ടുന്നത്. സോ PV റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് വരുന്നത് 20,000 ആണ്. സോ 20,000 ഡിവൈഡഡ് ബൈ 40%, 50,000. സോ നെക്സ്റ്റ് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് വേണ്ടത്. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്.
മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു സെയിൽസ് ലെസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 50,000 ആയിരുന്നു. ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് ഈക്വൽ ടു 50,000. സോ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. 1 lakh ലെസ് 50,000 ആണ് കിട്ടുന്നത്. വേണമെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ റേഷ്യോ കൂടെ കാണാം. അതെങ്ങനെയാണ് കാണുന്നത്? ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഈ ഒരു ഫുൾ റേറ്റ് 50,000 സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക, 50% കിട്ടും. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. യു ആർ ഗിവൺ ദ ഫോളോയിങ് മാർജിൻ ഓഫ് സേഫ്റ്റി ₹60,000 representing 40% of sales, PV ratio 50%. Calculate break-even sales, fixed cost. സോ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് സെയിൽസിന്റെ 40% ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് 60,000. 60,000 is equal to സെയിൽസ് ഇൻറ്റു 40%. അപ്പം ഈ ഒരു താഴെ കിടക്കുന്ന 100 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. 40 മൾട്ടിപ്ലൈ കിടക്കുന്ന 40 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവൈഡ് ആവും. ഇസ് ഈക്വൽ ടു സെയിൽസ്. അപ്പം നമുക്ക് സെയിൽസ് 1,50,000 ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാമല്ലോ. ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനായിട്ട് ഈ സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി കുറച്ചാൽ പോരെ. മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നത് സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് ലെസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും മാർജിൻ ഓഫ് സേഫ്റ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി ലെസ് ചെയ്താൽ മതി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി ലെസ് ചെയ്യുകയാണ്. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനായിട്ട് സെയിൽസ് എത്രയായിരുന്നു വരുന്നത്? ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു 1,50,000 ലെസ് മാർജിൻ ഓഫ് സേഫ്റ്റി 60,000. നമുക്ക് 90,000 ആണ് ഡിഫറൻസ് കിട്ടുന്നത്. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് ആണ്. സോ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. PV റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50%. ഇവിടെ നിന്ന് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാണാനായിട്ട് ഈ ഒരു PV റേഷ്യോ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. ബ്രേക്ക് ഈവൻ സെയിൽസ് 90,000, PV റേഷ്യോ 50%. 90,000 പകുതിയായിട്ടുള്ള 45,000 ആണ് നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഇഫ് PV റേഷ്യോ ഇസ് 30%, മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് 33.3% ആൻഡ് സെയിൽസ് ആർ 9,90,000. നമുക്ക് PV റേഷ്യോ തന്നിട്ടുണ്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം സെയിൽസും ഉണ്ട് മാർജിൻ ഓഫ് സേഫ്റ്റിയും ഉണ്ട്. സോ സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജിനെ നമ്മുടെ നോർമൽ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. 33 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ 3 ഇൻറ്റു ഇത് നമ്മൾ ഈ ഒരു ഫോമിലേക്ക്, അതായത് ക്ലോക്ക് വൈസ് ഫോമിലേക്ക് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 33 എന്ന് പറയുന്നത് 99 പ്ലസ് 1/3 100/3% നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് സെയിൽസിന്റെ 100/3% കണ്ടുപിടിച്ചിട്ട്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിച്ചിട്ട് ആ ഒരു എമൗണ്ടിനെ ലെസ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പെർസെന്റേജ് രൂപത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് എത്രയാണ് ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ റേറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതേ ഇൻറ്റു ഈ സെയിൽസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. സോ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 33.33% ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജിനെ 33.33% എന്ന് കാണിക്കാം. ഫസ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര വരുന്നതെന്ന് നോക്കാം. സെയിൽസിന്റെ 33.33% ആണ് നമുക്ക്
മാർജിൻ ഓഫ് സേഫ്റ്റി വരുന്നത് 9,90,000 ഇൻറ്റു 33.33% നമുക്ക് 3,29,967 ആണ് കിട്ടുന്നത്. സോ ഇതിന് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 3,30,000 ആക്കാം. കാരണം ഇവിടെ പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ വരുന്ന ഡിഫറൻസിനനുസരിച്ചിട്ട് ഇവിടെ എന്തായാലും റേറ്റിൽ ഡിഫറൻസ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് 3,30,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇവിടുന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ പി വി റേഷ്യോനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3,30,000 പി വി റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ്. 3,30,000 30% എന്ന് പറയുന്നത് 99,000 ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.